നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കണ്ണൂർ പയ്യന്നൂരിൽ യുവതിയെ കൊലപ്പെടുത്തി ആൺസുഹൃത്ത് ജീവനൊടുക്കിയ കേസം. പാലക്കാട് യുവതിക്ക് നേരെ മുൻ ഭർത്താവ് ആസിഡ് ആക്രമണം നടത്തിയ സംഭവവും ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. പയ്യന്നൂരിൽ വീടിനുള്ളിൽ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവന്നു. കൊല്ലപ്പെട്ട കോയിപ്ര സ്വദേശിനെ അനിലയെ കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്. അനിലയുടെ മുഖത്തും ശരീരത്തിലും പരിക്കേറ്റ പാടുകളുണ്ട്. ഇത് യുവതിക്ക് മർദ്ദനമേറ്റതിന്റെ തെളിവുകളെന്നാണ് സൂചന. അതേസമയം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭ്യമാകും. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, ഏറെ നടുക്കത്തോടെയാണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. പ്രത്യേകിച്ചും ഇത്തരം സംഭവങ്ങൾ, ഈ അവിഹിത ബന്ധങ്ങളൊക്കെ കൊലപാതകത്തിൽ, ദുരന്തത്തിലൊക്കെ കലാശിക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശ്ശൂരും എറണാകുളത്തുമൊക്കെ കഴിഞ്ഞ ഈ ഒരു വർഷത്തിനിടെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ പയ്യന്നൂരിൽ യുവതി അനില എന്ന യുവതിയെ ആൺസുഹൃത്ത് കൊലപ്പെടുത്തുന്നു, പിന്നീട് പോയി ജീവനെടുക്കുന്നു. ആ യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് യുവതിയുടെ കൊലപാതക കേസിലേക്കും എത്തുന്നത്. നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്തിനായിരുന്നു കൊലപ്പെടുത്തിയത്, എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ വിവരങ്ങളിൽ പോലീസിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും ഇത് സംബന്ധിച്ച്, ഈ മരണം സംബന്ധിച്ചൊരു വ്യക്തതയിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനിലയെ കൊലപ്പെടുത്തിയത് തന്നെയാണ്, ഷിജു കൊന്നത് തന്നെയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. യുവതിയുടെ മരണം കൊലപാതകമെന്ന സൂചനകൾ നൽകുന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വെളിവാകുന്ന കാര്യങ്ങൾ എന്നാണ് പോലീസ് പറയുന്നത്. കഴുത്തിൽ ഷാൾ മുറുക്കിയാണ് യുവതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം അനിലയുടെ മുഖത്തും ശരീരത്തും നിരവധി പരുക്കുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇത് യുവതിക്ക് ക്രൂരമായ മർദ്ദനം ഈ ഷിജു എന്ന ആളിൽ നിന്നും ഏറ്റിരുന്നു എന്ന് വ്യക്തമാകുന്ന തെളിവുകൾ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നു. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നാണ് അറിയിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ, ഏത് തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഈ യുവതി ഇരയായി, എന്താണ് മരണകാരണത്തിലേക്ക് കൃത്യമായി നയിച്ചതെന്നടക്കമുള്ള വിശദാംശങ്ങൾ ഇതിൽ കാണും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും നിലവിൽ നമുക്ക് പറയാം, കഴുത്തിൽ ഷാൾ മുറുക്കി ക്രൂരമായി മർദ്ദിച്ചാണ് ഈ അനില എന്ന 33-കാരിയെ കൊന്നത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച പ്രേരണ, അല്ലെങ്കിൽ ഈ യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം എന്തുകൊണ്ടാണ് ഈ ഷിജു എന്ന സുദർശന പ്രസാദ് തൂങ്ങി മരിക്കാനുള്ള കാരണം എന്നിവയെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. എന്തായാലും കുറച്ച് നിഗമനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഇരുവരുടെയും മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ പരിശോധിച്ച് എന്തൊക്കെ തെളിവുകൾ ലഭിക്കും എന്നതും പോലീസ് നിരീക്ഷിച്ചു വരുന്നു. കാരണം ആദ്യം ഈ യുവതിയുടെ മൃതദേഹമാണ് ഈ അന്നൂരിലെ വീട്ടിൽ കണ്ടെത്തിയത്. അവിടെ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ മാറിയാണ് ഈ സുദർശൻ പ്രസാദിനെ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ആ ഘട്ടത്തിൽ തന്നെ യുവതി കൊല്ലപ്പെട്ടതും ഒപ്പം പിന്നാലെ ഈ ഷിജു എന്ന സുദർശൻ പ്രസാദ് ആത്മഹത്യ ചെയ്തതും ആയിരിക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെ പോലീസ് എത്തിച്ചേരുകയും ചെയ്തു. എന്തായാലും അങ്ങേയറ്റം കൗതുകകരമായ, അല്ലെങ്കിൽ ഒരു നാടിനെ ഒന്നടങ്കം നടുക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകവും ആത്മഹത്യയുമാണ്. എങ്ങനെയാണ്, എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ അല്പം കൂടെ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് അല്ലെ അനീഷ്? കാരണം മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ജീവനൊടുക്കിയ ആൺസുഹൃത്ത് ഷിജുവും അനിലയും തമ്മിൽ എങ്ങനെയാണ് സൗഹൃദത്തിലായത്? ഇരുവരെ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചവരാണ്, സഹപാഠികളായിരുന്നു. പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു. ആ പരിചയം പിന്നീട് ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക്, പ്രണയത്തിലേക്കൊക്കെ വഴിമാറി എന്നൊക്കെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. പിന്നീട് ഇരുവരും തമ്മിൽ എന്തെങ്കിലും ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായതാണോ ഈ യുവതിയുടെ ജീവനെടുക്കുന്നതിലും യുവാവ് ജീവനെടുക്കുന്നതിലും കലാശിച്ചത്? തീർച്ചയായും അത്തരമൊരു നിഗമനത്തിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷേ വിശദമായ പരിശോധനകൾ, അന്വേഷണങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ ഇതാണ്. ഇവർ ആ സ്കൂളിൽ ഒരേ കാലഘട്ടത്തിൽ ഒരേ സമയത്ത് പഠിച്ച ആളുകളാണ്. അന്ന് ഇരുവരും തമ്മിൽ ചെറിയ അടുപ്പമുണ്ടായിരുന്നാലും പിന്നീട് കാലം മാറിയതോടുകൂടി രണ്ടുപേരും 2 വഴിക്ക് പിരിയുകയും വിവാഹിതരാകുകയും ചെയ്തു. ഇതിൽ അനിലയുടെ വിവാഹബന്ധം ഇപ്പോഴും കൃത്യമായി തന്നെ പോകുന്നു. അനിലയ്ക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് ഈ ഷിജുവിൻ്റെ വിവാഹബന്ധം അത്ര സുഖകരമായിരുന്നില്ല. ആ വിവാഹബന്ധം ഏതാണ്ട് വേർപെട്ട അവസ്ഥയിലേക്ക് മാറിയിരുന്നു. ഈ സമയത്താണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഇരുവരും വീണ്ടും സംസാരിക്കുകയും പിന്നീട് അടുത്തിടപഴകുകയും ഇരുവരും തമ്മിലുള്ള ബന്ധം ഒരു അടുപ്പമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത് ഇത്തരത്തിൽ ഒരു അടുപ്പമായി മാറിയതോടെ കുടുംബത്തിനുള്ളിൽ ഇത് ചില അസ്വാരസ്യങ്ങൾ സൃഷ്ടിച്ചു. ഇത്തരം ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ഈ അനിലയുടെ കുടുംബങ്ങളും ഒപ്പം ബന്ധുക്കളുമൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ വാക്കുകൾ മുഖവിലേക്കെടുത്ത്, കാരണം 2 കുട്ടികളുമുണ്ട്, ഭർത്താവുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാക്ക് മുഖവിലേക്കെടുത്ത് അനില ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ മുന്നോട്ട് വന്ന് ഇക്കാര്യം ഷിജുവിനോട് പറയുകയും ചെയ്തു. പക്ഷേ ഷിജു ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യാതൊരു തരത്തിലുമുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ സന്നദ്ധത പ്രകടിപ്പിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇതേ ചൊല്ലി ഇവർ ഇരുവരും ഒരുപക്ഷെ വഴക്കിട്ടിരിക്കാമെന്നും പറയുന്നു. ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം അനില സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ്. ജോലി സ്ഥലത്തേക്ക് പോകും വഴി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ആ വഴി ഷിജുവിൻ്റെ കൂടെ പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അനില പോയ ശേഷം അന്ന് വൈകുന്നേരത്തോടുകൂടി വീട്ടിൽ കാണാതെ ജോലി കഴിഞ്ഞ് എത്താഞ്ഞ സാഹചര്യത്തിൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അനിലയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഈ ബെറ്റി ജോസഫ് എന്ന ഈ അന്നൂരിലെ അനിലയുടെ മൃതദേഹം കണ്ട വീടിൻ്റെ ഉടമസ്ഥനായ വിമുക്ത ഭടനാണ്. അദ്ദേഹം കുടുംബത്തോടൊപ്പം ഒരു വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്നു. ഈ വിമുക്ത ഭടന്മാരുടെ സംഘടനയോടൊപ്പമാണ് പോയത്. കപ്പൽ യാത്ര അടക്കമുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുകയും ചെയ്തത്. എന്തായാലും നാട് വിട്ട് താൻ അല്ലെങ്കിൽ ഒരു വിനോദയാത്രയ്ക്കായി പോകുമ്പോൾ ആ വീട്ടിൽ പട്ടികളെ വളർത്തുന്നുണ്ട്. ആ പട്ടികൾക്ക് ഭക്ഷണം കഴിക്കണം, വീടിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കണം. ഒരു മേൽനോട്ട ചുമതല എന്ന രീതിയിലാണ് നേരത്തെ തൻ്റെ കുടുംബ വീടുണ്ടായിരുന്ന ഇടത്തെ പരിചയക്കാരനായ ഷിജുവിനെ ഈ വീട് നോക്കാൻ ഏൽപ്പിച്ചത്. വീടിൻ്റെ താക്കോലടക്കം ഷിജുവിന് കൈമാറുകയും ചെയ്തു. ഇത്തരത്തിൽ പട്ടികളെ നോക്കാൻ അല്ലെങ്കിൽ വീട് നോക്കാൻ ഏൽപ്പിച്ച ഒരാളെ പിന്നീട് വിളിച്ചിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിട്ടും ലഭിക്കാതെ വന്നതോടെ ബെറ്റി ജോസഫിന് ഒരു സംശയം തോന്നി. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ വന്നു. ഇതിനുശേഷം നാട്ടുകാരോടും ബന്ധുക്കളോടുമൊക്കെ വിളിച്ച് വീട്ടിൽ പോയി അന്വേഷിക്കണമെന്ന് പറയുകയും പിന്നീട് അയൽവാസികൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഈ വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഒരു യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഞായറാഴ്ച വലിയ ഒച്ചയും ബഹളവും ഒക്കെ ആ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പട്ടികളുടെ വലിയ കുര കേട്ടിരുന്നു എന്ന് പറയുന്നു. വെള്ളിയാഴ്ച ഈ ഷിജുവിൻ്റെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായിരുന്നു എന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ശനിയാഴ്ച ഒരു ദിവസം യാതൊരു തരത്തിലുമുള്ള അനക്കം ആ വീട്ടിൽ നിന്ന് കേട്ടില്ലെന്നും പറയുന്നു. അതായത് ഈ അനില വീട്ടിൽ നിന്നും ജോലിക്ക് പോയ ശേഷം വൈകുന്നേരം ഒരുപക്ഷെ ഷിജുവിനൊപ്പം ഈ ബെറ്റി ജോസഫിൻ്റെ വീട്ടിലെത്തിയായിരിക്കും അന്ന് തങ്ങിയത്. അതിനുശേഷം ഇരുവരും അവിടെ വെച്ച് സംഘർഷമുണ്ടായിരിക്കാം, വാക്കേറ്റമുണ്ടായിരിക്കാം. ആ വാക്കേറ്റം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവാം. എന്തായാലും അനിലെ കൊല ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് അവിടെ നിന്നും 22 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ ഷിജുവിൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ബെറ്റി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ. അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. അനീഷിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് കൊലപ്പെടുത്തിയത്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിലവിലെ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതി അടക്കം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ ആദ്യം നമ്മൾ അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത്. ഇപ്പോൾ അത് മർഡറായിട്ട് നമ്മൾ ആൾട്ടർ ചെയ്തിട്ടുണ്ട്. അതിനൊരു കേസ് അന്വേഷിക്കും. അതിൻ്റെ കാര്യത്തിൽ പിന്നെ ബാക്കി എല്ലാവരും നോക്കിയിട്ട് അതിൽ സൂപ്പർവിഷൻ എല്ലാവരും ഉണ്ടാവും. ജില്ലാ പോലീസ് മേധാവി അമലത മാഡം ഇവിടെ വിസിറ്റ് ചെയ്തു. ഇതൊരു അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടൊരു കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഞങ്ങൾ ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി, പ്രതി ആരാണെന്ന കാര്യത്തെപ്പറ്റി നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്, പ്രാഥമികമായി മനസ്സിലാവുന്നത് ഒരു സുഹൃത്തുണ്ട്, ഒരു ആൺ സുഹൃത്ത്, അയാളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവർ നടന്ന പ്രണയം അതിന് ബന്ധപ്പെട്ട പ്രാഥമികമായി മനസ്സിലാവുന്നത്. ബാക്കി അന്വേഷണം നടത്തിയ ശേഷം പറയാൻ പറ്റും. വീണ്ടും MS അനീഷ് കുമാറിലേക്ക്. അനീഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥനും വിശദീകരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട അനിലയുടെ കുടുംബത്തിന് ഇരുവരും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അങ്ങനെ ഈ കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത്, അതേ തുടർന്ന് ഈ ഷിജുവുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നും പിന്മാറാൻ ശ്രമിച്ചതൊക്കെയാണ് കൊലപാതകത്തിലേക്ക് രണ്ടുപേരുടെയും ജീവനെടുക്കുന്നതിൽ കലാശിച്ചത് എന്ന വിവരങ്ങൾ തന്നെയാണ് നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് അവരുടെ കുടുംബത്തിന് വ്യക്തമായ വിവരങ്ങൾ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവുണ്ടായിരുന്നു.
തീർച്ചയായും അറിവുണ്ടായിരിക്കുന്നു എന്നാണ് ഉള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. കാരണം ഈ ആദ്യകാലത്ത് ഒന്നിച്ച് പഠിച്ചവർ പിന്നീട് ചില സൗഹൃദങ്ങൾ പാലിക്കും. നമുക്കറിയാം കോവിഡ് കാലത്തും മറ്റുമൊക്കെ വീടുകളിൽ ആളുകൾ തനിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും അങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകളുമൊക്കെ ഉണ്ടായി വളരെ സജീവമായ ആളുകൾ തമ്മിൽ വീണ്ടും പഴയ രീതിയിൽ ഇടപെടുന്ന അല്ലെങ്കിൽ പഴയ കാലത്തേക്കൊക്കെ മടങ്ങിപ്പോകുന്ന പല സംഭവങ്ങളും നമ്മൾ അടുത്ത കാലത്തായി കണ്ടിട്ടുണ്ട്. ഈ സൗഹൃദങ്ങൾ പിന്നീട് അടുത്ത ബന്ധമായി മാറുകയും പലരുടെയും ദാമ്പത്യത്തിൽ തന്നെ വിള്ളൽ വീഴ്ത്തുകയും വിവാഹേതര ബന്ധങ്ങളിലേക്ക് ഇക്കാര്യങ്ങളൊക്കെ നയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യമാണ് ഇവിടെയും രൂപപ്പെട്ട് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുട്ടികളുണ്ട്, ഭർത്താവുണ്ട്, കൃത്യമായി ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇതിനിടയിലാണ് ഒരു അലോസരമായി പുതിയൊരു ബന്ധം കടന്നു വരിക. ഒരു സൗഹൃദം എന്ന രീതിയിൽ വിലയിരുത്തിയാൽ പോലും അത് സൗഹൃദത്തിൻ്റെ അപ്പുറത്തുള്ള തലത്തേക്ക് പോകുമ്പോൾ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് മറ്റുമൊക്കെ ഈ എതിർപ്പ് ഉയരുക സ്വാഭാവികമാണ്. പക്ഷേ ഒരു കുടുംബജീവിതം എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. എന്തായാലും അത്തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ബന്ധുക്കളുടെ നിർദ്ദേശത്തെ അനില പൂർണ്ണമായും സ്വീകരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിവാഹേതര ബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ വിവാഹത്തിന് പുറത്തുള്ള അടുപ്പത്തിൽ നിന്നും പുറത്ത് മറികടക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഈ മറികടക്കാൻ ശ്രമിച്ചതാണ് ഈ ഷിജുവിനെ പ്രകോപിതനാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ഒരു കാരണം തൻ്റെ ഈ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വീണ് നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ അനില എത്തിയപ്പോൾ അനിലയുമായി ഈ ബന്ധം തുടരാമെന്നായിരിക്കാം ഒരുപക്ഷെ ഷിജു വിചാരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു കൃത്യമായൊരു സാഹചര്യം ഒത്തുവന്നു. സ്നേഹത്തിൻ്റെ പേരിൽ തന്നെ ഇത്തരം മറ്റൊരാളുടെ ഇടത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ അവിടെ സൗകര്യപൂർവ്വം ഇരുവർക്കും ഒത്തുചേരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വിളിച്ചു വരുത്തി ഒരുപക്ഷെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ രഹസ്യബന്ധം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും മറ്റുമൊക്കെ ഇയാൾ ആവശ്യപ്പെട്ട് കാണും. പക്ഷേ ഇത്തരമൊരു ബന്ധവുമായി മുന്നോട്ട് പോകാനുള്ള തൻ്റെ സന്നദ്ധത കുറവ് അനില മുന്നോട്ട് അറിയിച്ചു കാണുകയും ചെയ്യും. എന്തായാലും അതേ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും തർക്കമുണ്ടാവുകയും ഷാൾ കുരുക്കി ഇവരെ കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കാം. ഇതാണ് നമുക്കിപ്പോൾ എത്താൻ കഴിയുന്ന നിഗമനം. കാരണം ഈ അനിലയെ കൊലപ്പെടുത്തിയ ശേഷം ഷിജുവും മരിച്ച ഒരു നിലയിൽ തന്നെ കണ്ടെത്തുന്ന സാഹചര്യം. അതുകൊണ്ട് ഇരുവർക്കുമിടയിലെ വിവരങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ ഈ മറ്റിവരുടെ ഫോൺ പരിശോധിച്ച് സ്വകാര്യ വിവരങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ ആവും എത്രമാത്രമാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്ന അടുപ്പം അല്ലെങ്കിൽ എത്രമാത്രം വിള്ളൽ ഇരുവരുടെയും ബന്ധത്തിലുണ്ടായി. ഇത് സംബന്ധിച്ച കൃത്യമായ ചാറ്റുകളും മറ്റുമൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പോലും വീണ്ടെടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകളുണ്ട്. എന്തായാലും അതുവഴി കാര്യങ്ങൾ പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ നിലവിൽ ലഭിക്കുന്ന ചില നിഗമനങ്ങൾക്ക് അപ്പുറം പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അനിലയുടെ സഹോദരൻ തന്നെ നേരത്തെ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. കാരണം വീട്ടിൽ നിന്ന് പോയപ്പോൾ ധരിച്ച വസ്ത്രമല്ല അവർ ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് ധരിച്ചിരിക്കുന്നത്. അവരുടെ ശരീരമാസകലം മർദ്ദിച്ചതിൻ്റെ പാടുകളുണ്ട്. കഴുത്ത് ഞെരിച്ച് കൊന്നതെന്ന് കരുതുമ്പോൾ ഈ ഷിജു എന്നയാൾ ഒറ്റയ്ക്കല്ല ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. മറ്റെന്തൊക്കെയോ ദുരൂഹതകൾ ഈ സംഭവത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നു എന്ന ഒരു ആരോപണമാണ് ആ കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പ്രതി കൂടി മരിച്ച സാഹചര്യത്തിൽ, പ്രതിയെന്ന് കരുതുന്ന ആൾ കൂടി മരിച്ച സാഹചര്യത്തിൽ വളരെ വിശദമായി തന്നെ ഈ കുടുംബവും മറ്റുമൊക്കെ മുന്നോട്ട് വെച്ച വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും. അത് സംബന്ധിച്ച കൃത്യമായൊരു ആശയവിനിമയങ്ങളും അന്വേഷണവും ഒക്കെ നടത്തേണ്ടി വരും. എന്തായാലും സനീഷ് കുമാർ നൽകിയതുപോലെ ഇത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമാണെങ്കിൽ അത് എങ്ങനെയാണ് ആസൂത്രണം നടത്തിയത്? കൃത്യമായ ഒരു മറ്റാരുടെങ്കിലും സഹായം ഈ കൊലപാതക കേസിൽ പ്രതിക്കുണ്ടായിരുന്നോ? പിന്നീട് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ രണ്ടു പേർ തമ്മിലുള്ള ഇത്തരം ബന്ധങ്ങളിൽ തകർക്കപ്പെട്ടത് രണ്ട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അനിലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും ഷിജു എന്ന യുവാവ് ജീവനൊടുക്കിയ കേസുമായി ബന്ധപ്പെട്ടും കൂടുതൽ വ്യക്തത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ വന്ന ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത ഉണ്ടാകൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം.